ഇറാസൈമസേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അകത്തിലെ 7ാമത്തെ എപ്പിസോഡിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് വെച്ചാൽ ഈ എപ്പിസോഡിന് ഇച്ചിരി ലെങ്ത്ത് കൂടുതലുള്ള എപ്പിസോഡാണ്. അതുകൊണ്ടാട്ടോ. ഈ ഒരു എപ്പിസോഡിൻ്റെ പാർട്ട് 1 ഒരു മരണമാസമാണെങ്കിൽ പാർട്ട് 2 അതുക്കും വലിയൊരു മരണമാസമായിരിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാർട്ട് 1ലുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വൈബ് ബാക്ക് സ്റ്റോറിയാണ്. ആ ബാക്ക് സ്റ്റോറിയിലായിരിക്കും എല്ലാം മരണം മാസം ഉള്ളത്. അധികം പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മൾ കാണുന്നത് എയർസിനെയാണ്. എയർസ് ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് തോക്കുന്നത്. അദ്ദേഹം തോക്കാനൊരു വഴിയില്ല. എൻ്റെ അച്ഛൻ മീറ്റിയർ ജോബ് വരെ ഉപയോഗിച്ചതാണ്, കൂടാണ്ട് ഡിവൈൻ ആക്സ് വരെ ആഡത്തിന് നേരെ ഉപയോഗിച്ചതാണ്. എന്നിട്ടും ആഡം അതൊക്കെ റിഫ്ലക്ഷൻ വെച്ച് കോപ്പി ചെയ്ത് തിരിച്ചു കൊടുത്തു. ഇത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ മാസീവ് ടെക്നിക്ക് നിനക്ക് പറ്റുമെങ്കിൽ എമിറ്റ് ചെയ്ത് കാണിക്കാൻ. അച്ഛൻ വിചാരിച്ചത് നടക്കില്ലായിരുന്നു. പക്ഷേ ആഡം അത് കൃത്യമായി റിഫ്ലക്ഷൻ ചെയ്ത് ഇടിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് എന്തോ ഇവിടെ സംഭവിച്ചു. അദ്ദേഹം ഡൗൺ ആയിരിക്കുന്നു. സ്യൂസ് ഡൗൺ ആയിരിക്കുന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തുട്ടാണ് ഇത്? അച്ഛനെ നോക്കൗട്ട് ചെയ്തു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മനുഷ്യന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിലാണ് എബിലിറ്റി എല്ലാം പോകുന്നത്. ഈ സ്യൂസ് ഈ ഒരു അറ്റാക്ക് സെയിം ചെയ്തതാണ്. പക്ഷേ അവൻ്റെ മാസീവ് അറ്റാക്ക് അവൻ ലൂസ് ചെയ്തില്ല. അങ്ങനെ തന്നെയാണ് അടിച്ചതും. പക്ഷേ ആഡം എല്ലാം കോപ്പി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അവൻ്റെ കണ്ണിലെ അടി വയൻ വെപ്പണാന്ന് തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കുമോ അവൻ്റെ വോളണ്ടിയർ. അതായിരിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും അവനടിക്കുന്ന എല്ലാ അടിയും ആഡം കോപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സീസ് അടിക്കുന്ന എല്ലാ അടിയും ആഡം ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. കൂടാതെ തിരിച്ച് അതേപോലെ റിഫ്ലക്ഷൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് തോന്നുന്നത് ആഡമാണിക്കും ഈ ഒരു മാച്ചിലെ വിന്നർ എന്നാണ്. എന്തായാലും എനിക്കിത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ആഡം അടിച്ച അടിയിൽ സ്യൂസിൻ്റെ ബോധം തന്നെ പോയോന്നാണ് എൻ്റെ ഡൗട്ട്. ഹെർംസേ, അതിനർത്ഥം അച്ഛനടിക്കുന്ന എല്ലാ അടിയും അവന് ഡോഡ്ജ് ചെയ്യാൻ പറ്റുമെന്നാണോ? പക്ഷേ ഇതൊക്കെ പറഞ്ഞ എയർസിന് തന്നെ നമ്മുടെ സ്വന്തം എയർസിൻ്റെ കാല് തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അടുത്ത 1000 വർഷം ട്രെയിൻ ചെയ്താൽ പോലും ആളത്തിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ കമൻട്രി പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഈ കാണുന്നത് സത്യമാണോ? ആഡം ജയിച്ചിരിക്കുന്നു. അങ്ങനെ ആ മിറാക്കിൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആഡം ജയിച്ചു തീർന്നിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എടോ കിളവാ, മുത്തച്ഛൻ എന്താ പറ്റിയേ? മുത്തച്ഛൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗോള് പറയുന്നുണ്ട്, ആ മനുഷ്യൻ എന്താണ് ഇങ്ങനെ കോപ്പി ചെയ്യുന്നത് അറ്റാക്ക്? ആഡം ഇത്രയ്ക്കും പവർഫുൾ ആയിരുന്നല്ലേ? അപ്പോൾ നമ്മുടെ ബ്രൂൺ പറയുന്നുണ്ട്, നിനക്കറിയില്ലേ ഗോൾ, ആഡം ഒരു ദൈവത്തിൻ്റെ കോപ്പിയാണ്. ദൈവം ഒരു ആഡത്തിൻ്റെ ഭൂമിയിലേക്ക് കോപ്പി ചെയ്ത് അയച്ചതാണെന്ന് നിനക്കറിയില്ലേ? ദൈവത്തിൻ്റെ അതേ കോപ്പിയാണ് ആഡം. അപ്പോൾ ദൈവം അടിക്കുന്ന എല്ലാ അടിയും ആഡത്തിനും കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് ആഡത്തിൻ്റെ മാസീവായിട്ടുള്ള ടെക്നിക്കും. കൂടാണ്ട് അവൻ്റെ കണ്ണിലെ റിഫ്ലക്ഷനും. പിന്നെ കാണിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പാസ്റ്റാണ്. ആ ഒരു പാസ്റ്റിൽ വളരെ സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണ് കാണിക്കുന്നത്. ഒരുപാട് സസ്യജാലങ്ങളും ഒരുപാട് മീനുകളും ഒരുപാട് പൂമ്പാറ്റകളും ഒരുപാട് പൂക്കളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് ഏക മനുഷ്യനായ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആഡമാണ്. ആഡം എപ്പോഴും കൂളാണ്. പക്ഷേ ആഡം ജീവിക്കുന്നത് ഗാർഡൻ ഓഫ് എഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പിന്നെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ജുഡീഷ്യൽ ഹാർമണിയാണ് കാണിക്കുന്നത്, അതായത് നമ്മുടെ കോടതി. അപ്പോൾ കോടതിയിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആഡത്തിൻ്റെ വൈഫിനെയാണ്. അപ്പം വൈഫ് എന്താണ്ട് കുറ്റം ചെയ്തെന്നാണ് പറയുന്നത്. അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട്, അതെ അവളത് പറിച്ച് തിന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അവളും പറയുന്നുണ്ട്, ഞാനത് തിന്നിട്ടില്ല, ഞാൻ ആപ്പിൾ തിന്നിട്ടില്ല. പെട്ടെന്ന് ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സർപ്പൻ്റ് പറയുന്നുണ്ട്, ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവൾ ആപ്പിൾ കടിക്കുന്നത്. ഇവനാണ് സർപ്പൻ്റ്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഗാർഡൻ ഓഫ് എഡൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആഡൻ താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു മരമുണ്ട്. ആ മരത്തിൽ ലോട്ട് ഓഫ് ആപ്പിൾസ് ഉണ്ട്.
അതൊക്കെ ദൈവത്തിൻ്റെ ആപ്പിൾസാണെന്നാണ് ഇവിടെ എല്ലാവരും കരുതുന്നത്. അത് ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാണ്ട് ആർക്കും പറിച്ച് തിന്നാനും പാടില്ല, തൊടാനും പാടില്ല. അത് നമ്മുടെ ആഡത്തിൻ്റെ വൈഫ് തിന്നു എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആഡത്തിൻ്റെ വൈഫിനെ ഇവിടെ കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സർപ്പൻ്റ് അവനിച്ചിരി കൂടുതലുള്ളതാണ്. സോ നമുക്ക് കഥയിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു കൊണഷ്ട ചിന്തയുണ്ട്. ഇപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ കുറേ ആപ്പിളുള്ള മരം, ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ ആ സെർപ്പൻ്റ് ഈ ഒരു ആഡത്തിൻ്റെ ഭാര്യനെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കിളികൾ വന്നാണ് നമ്മുടെ ആഡത്തിൻ്റെ വൈഫിനെ രക്ഷിക്കുന്നത്. ആഡത്തിൻ്റെ വൈഫിനെ രക്ഷിച്ച് അവൻ്റെ ശ്രദ്ധ തെറ്റിയ സെക്കൻഡിൽ ആഡത്തിൻ്റെ വൈഫ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സോ നമ്മുടെ സെർപ്പൻറ്റിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ആഡത്തിൻ്റെ വൈഫിനെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആഡത്തിൻ്റെ വൈഫ് ഒരു ഫെയ്ത്ത്ഫുള്ളായിരുന്നു. ഇവൻ തന്നെയാണ് ആ ആപ്പിൾ കടിച്ചത്. പക്ഷേ അവൻ്റെ തലയിൽ കുറ്റം വരാനിരിക്കാനായിട്ടാണ് ഇവൻ ആഡത്തിൻ്റെ വൈഫാണ് കടിച്ചതെന്ന് പറയുന്നത്. എന്നിട്ട് അവൻ തെളിവ് കാണിക്കുന്നുണ്ട് ദേ അവൾ കടിച്ച പാടുന്ന്. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റും നാട്ടുകാരൊക്കെ കൂടി അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നു. എല്ലാ നാട്ടുകാരും എല്ലാവരും ഒറ്റ സ്വരത്തിലാണ് പറയുന്നത് ബാണിഷർ ഇമ്മീഡിയറ്റ്ലി. കോടതി അത് ശരിയാക്കുന്നു. പാരഡൈസിലേക്കുള്ള ഗേറ്റ് അവൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട് പാരഡൈസിൽ അവൾ ഒറ്റയ്ക്കായിരിക്കും, അപ്പം ഞാൻ അവളുടെ ഒപ്പം പോകും. അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. പെട്ടെന്നാണ് അവിടെ ഡോർ ഓപ്പണായി വരുന്നത്. സോ അതിനകത്ത് നിന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു ഗാർഡ്, ആ ഗേറ്റ് കാത്തിരുന്നൊരു ഗാർഡാണ് വരുന്നത്. അതും ഭയങ്കര ഗാർഡ്. നിൻ്റെ അടുത്ത് ഇവിടെ വരരുതെന്നും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അനുവാദം ഇല്ലാണ്ട് കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വന്നത് മാത്രമാണ് പുള്ളിക്കാരന് ഓർമ്മയുള്ളൂ. ദേ കിടക്കണോ പടക്കമെന്നും പറഞ്ഞ് താഴെ. പക്ഷേ പുള്ളിക്കാരൻ്റെ ബാക്കിൽ നിന്ന് ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. സോ ആ ഒരു മനുഷ്യനെ കണ്ട് നമ്മുടെ ആഡത്തിൻ്റെ വൈഫായ ഈവി പറയുന്നുണ്ട്, ആഡം നീ ഒടുവിൽ വന്നോ, എനിക്കറിയായിരുന്നു നീ എന്നെ രക്ഷിക്കാൻ വരുന്നത്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ആഡമായിരുന്നു. പക്ഷേ ആഡം വരുന്നത് ഏത് ആപ്പിൾ എടുത്തിട്ടാണോ നമ്മുടെ ഈവിനെ പിടിച്ചുകൊണ്ടുവന്നത് അതേ ആപ്പിൾ ഒരു കൊട്ടയിൽ പറിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരാപ്പിൾ നിന്നാൽ ഭയങ്കര പണിഷ്മെൻ്റാണ്. ഇവനൊരു കൊട്ടയിൽ ആപ്പിൾ പറിച്ചുകൊണ്ട് വന്ന് കൂടാണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അത് കടിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് അതിന് വളരെ ഉപ്പാന്നും പറഞ്ഞിട്ട് ചെറുക്കം നിൽക്കുന്നിട്ട് അത് വായിട്ട് കടിച്ചവച്ച് ഉപ്പാന്നും പറഞ്ഞ നേരെ താഴ്ത്തി തുപ്പുന്നുണ്ട്. അപ്പോൾ ഒരു തുപ്പണ കണ്ടിട്ട് തന്നെ നമ്മുടെ സർപ്പൻറ്റിന് കല്ലി കയറുന്നു. ഇവനത് തുപ്പി നമ്മുടെ കോടതി രാജാവ് ഇരുന്നൊന്നും പറയണ്ട. പക്ഷെ ആഡത്തിനെ കണ്ട് ഈവയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ നമ്മുടെ സെർപ്പൻറ്റ് വിട്ടുകൊടുക്കുമോ? സെർപ്പൻറ്റ് തൻ്റെ മാസീവായിട്ടുള്ളൊരു ടെക്നിക്ക് അല്ലെങ്കിൽ മാസീവായിട്ടൊരു ഫോം അവിടെ എടുക്കുന്നുണ്ട്. അവൻ്റെ തനി മോൺസ്റ്റർ ഫോമായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ആഡം പറയുന്നുണ്ട്, ഞാനിവിടെ എത്തിയത് അവിടെയുള്ള കുഞ്ഞ് ബേഡ്സ് പറഞ്ഞിട്ടാണ്. സോ ആക്ച്വലി നീയാണല്ലേ ഈവിനെ കരയിപ്പിച്ചത്. സോ അതിനൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് തരുന്നുണ്ട്. സോ നീ അധികം വെയിറ്റ് ചെയ്യണ്ട. സോ പിന്നെ അവിടെ നടന്നത് ഹിസ്റ്ററിയിൽ പോലും രചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു.